ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹായ് ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ആദ്യമൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളും സംശയങ്ങളും ഒക്കെ വരാറുണ്ട്. അത്തരത്തിൽ വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുമ്പോൾ പല ആൾക്കാർക്കുമുള്ള ഒരു സംശയമാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. ഇത് റോഡിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പല സാഹചര്യങ്ങളിലാണ് നമ്മൾ ഓരോ ഗിയറും ഇട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു മെത്തേഡ് നമുക്കിതിനെ പറഞ്ഞു തരാനായിട്ട് കഴിയില്ല. എന്നാൽ നിങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗിയർ ഓരോന്നും ഇടുന്ന അവസരങ്ങളിൽ ക്ലച്ചും ബ്രേക്കും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ വാഹനം പഠിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുക. എൻ്റെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ്, അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ യൂസ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ഒരു വിഷ്വലിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഒരു വാഹനം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നത് മുതൽ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടിയല്ലേ വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഫുൾ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ബ്രേക്ക് പെഡലെ നിങ്ങളുടെ വലത്തെ കാല് വെച്ചതിന് ശേഷം പിന്നീട് വേണം നിങ്ങൾ ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിങ്ങനെ പറയുന്നത്, നമ്മൾ വാഹനം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാർക്ക് ചെയ്യുന്ന എല്ലാ അവസരങ്ങളിലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടാതെ ചെറിയ സ്ലോപ്പിലാണെങ്കിൽ ഗിയറിലിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ ഇട്ട് പാർക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുന്ന സന്ദർഭങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ക്ലച്ച് മാത്രമായിട്ട് ചവിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വണ്ടി റോളാകും. ബൈക്കിലേക്കാണെങ്കിൽ കയറ്റത്താണ് കിടക്കുന്നതെങ്കിൽ പുറകോട്ട് പോകും, ഇറക്കത്താണെങ്കിൽ മുന്നോട്ട് ഉരുണ്ടു പോകും. അപ്പോൾ എപ്പോഴും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ബ്രേക്കിലൊന്ന് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടിയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സ്ലോപ്പിലാണെങ്കിൽ പോലും വണ്ടി ഉരുണ്ടു പോകാതെ നമുക്കൊരു വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രേക്കേ വെക്കുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യും. ഇനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക്, പല ആൾക്കാരും എന്ത് ചെയ്യും, ഒരു വാഹനം ഒരു നിരപ്പ് റോഡിൽ എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കും, അതിനുശേഷം ആക്സിലേഷൻ തുടക്കക്കാർ ചവിട്ടി പിടിക്കും, അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനം എടുക്കും. ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് വാഹനത്തിൻ്റെ ഉള്ളിൽ ആക്സിലേഷൻ്റെ വളരെ ഒരു നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് വരും. ഒരു പ്രോപ്പറായിട്ട് ഒരു ബാലൻസോടെ പല ആൾക്കാർക്ക് എടുക്കാൻ കഴിയാതെ വരുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ ഫസ്റ്റ് ക്ലച്ചിൽ നിന്ന് പതിയെ പതിയെ കാലയച്ച് വാഹനത്തെ മൂവ് ആക്കുക. വാഹനം റൺ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ പതിയെ ആക്സിലേഷൻ കൊടുത്ത് വാഹനത്തെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഇറക്കത്തും കയറ്റത്തും എങ്ങനെ വാഹനം എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് തൊട്ട് മേളിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോടൊപ്പം അതും കൂടെ നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ തുടക്കക്കാർക്ക് സംഭവിക്കുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് തേർഡ് ഗിയറിലേക്കോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആക്സിലേഷൻ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ക്ലച്ച് ചവിട്ടുന്ന സമയത്തും ആക്സിലേഷൻ ചവിട്ടും. ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, വാഹനത്തിൻ്റെ ഉള്ളിൽ ആക്സിലേഷൻ്റെ സൗണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്തൊരു ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നമ്മൾ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് ഫസ്റ്റ് മൂവ് ആക്കുക. വണ്ടി റൺ ചെയ്ത് തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആക്സിലേഷൻ ഫസ്റ്റ് കുറയ്ക്കുക, പെട്ടെന്ന് തന്നെ ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക, അതിനുശേഷം മാത്രമേ ആക്സിലേഷൻ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാവുള്ളൂ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് സ്പീഡിൽ ചെയ്യേണ്ട, ഒരു മീഡിയം ലെവലിൽ നമ്മൾ ചെയ്താൽ മതി. ആക്സിലേഷൻ കൊടുത്ത് നമ്മൾ വണ്ടിക്ക് മൂവ് ആക്കുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി വണ്ടി റൺ ചെയ്ത് നിൽക്കും. ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് ആക്സിലേഷൻ കുറയ്ക്കുക. ആ ടൈമിൽ വണ്ടി ഇങ്ങനെ റൺ ആകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക, അതിനുശേഷം നിങ്ങൾ ആക്സിലേഷൻ കൊടുത്ത് ഓരോ ഗിയറിലും വാഹനത്തെ മൂവ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. തുടക്കക്കാർ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ഹാർഡായിട്ട് ബ്രേക്കിലേക്ക് അമർത്തും. നിങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ
വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് വരിക. കാരണം ഇപ്പോഴുള്ള വാഹനമെല്ലാം പവർ ബ്രേക്ക് സംവിധാനമുള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ചെരുപ്പിൻ്റെ കനം വരെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അത് ബ്രേക്കിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ടും കൊടുക്കുമ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രേക്കിങ്ങിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അതായത് പതിയെ കാല് കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് വാഹനം സ്ലോ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ബ്രേക്കിങ്ങിൻ്റെ അളവ് പലപ്പോഴും കൂടുന്നത് കൊണ്ടാണ് ചിലപ്പോൾ സെക്കൻഡ് ഗിയറിലിട്ട് ഒന്ന് വാഹനം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഗട്ടർ കാണുമ്പോൾ വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പോൾ പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ച് ഓഫ് ആകുന്നത്. ഇപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യണം? സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രേക്കിങ്ങിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു ഗട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്മൂത്ത് ആക്കുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടുക. ക്ലച്ചും കൂടെ ചവിട്ടുമ്പോൾ നമുക്ക് ആ ഗട്ടറിലേക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സുമായിട്ടുള്ള പിടുത്തം മാറുകയും ഓൾറെഡി നമ്മൾ ക്ലച്ച് ചവിട്ടിയത് കൊണ്ട് ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുത്താലും വണ്ടി ഓഫ് ആകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വലിയ ഗട്ടറുകൾ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക, അതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി ആ ഗട്ടർ ഇറങ്ങുക. ഇറങ്ങിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലേഷൻ പെഡലിൽ വെക്കുക, പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലേഷൻ കൊടുത്ത് വാഹനത്തെ മൂവ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് പറയാം. പല ആൾക്കാർക്ക് സംശയമുള്ളൊരു കാര്യമാണ്, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോർത്ത് ഗിയറിൽ നിന്നോ തേർഡ് ഗിയറിൽ നിന്നോ സെക്കൻഡ് ഗിയറിൽ നിന്നോ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമോ? പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഫോർത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒറ്റയടിക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ നിങ്ങൾ ഒരു കാരണവശാലും ഇടരുത്. കാരണം വാഹനം ആവറേജ് ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു. പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രേക്കിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വരുന്നത്. എന്നാൽ എപ്പോഴാണ് നമ്മൾ ഫോർത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നത്? ഫോർത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നത് നിങ്ങളുടെ വാഹനം തീർത്തും സ്ലോ ചെയ്തിട്ടായിരിക്കണം. അതായത് ഫോർത്ത് ഗിയറിൽ നമ്മൾ ഇങ്ങനെ പോകുന്നു, മുന്നിൽ പെട്ടെന്ന് ഒരു ഗട്ടർ കണ്ടു. ഗട്ടർ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ബ്രേക്കിലേക്ക് വന്ന് വാഹനം സ്ലോ ചെയ്യുന്നു. ഒപ്പം നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി വാഹനത്തിന് റണ്ണിങ് തീർത്തും കുറഞ്ഞതിന് ശേഷം ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ ഗട്ടർ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വാഹനം തീർത്തും സ്ലോ ആയാൽ നിങ്ങൾക്ക് ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും. അത് തേർഡ് ഗിയറിൽ നിന്നാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു സംശയം, സെക്കൻഡ് ഗിയറിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാമോ? തീർച്ചയായിട്ടും ഇടാം. കാരണം നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ റണ്ണിങ് തീർത്തും കുറവാണ്. അതുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടി നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല, ഒരുപാട് ജെർക്കിങ്ങും വരത്തില്ല. ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോഴും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം? ബ്രേക്കിൽ കാല് വെച്ച് വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്ത് പതിയെ ഒന്ന് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി നിങ്ങൾ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറയാം. നമ്മൾ ഓരോ റോഡ് മനസ്സിലാക്കി കൃത്യമായിട്ട് ആക്സിലേഷൻ കൊടുക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ആക്സിലേഷൻ നിങ്ങൾ ഡ്രൈവിങ്ങിനിടയിൽ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മളൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഒരു താളത്തിലാണ് വാഹനം ഓടിച്ചു പോകുന്നത്. അതായത് മുന്നിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ടായിരിക്കും നമ്മൾ ആക്സിലേഷൻ കൊടുത്തു പോകേണ്ടത്. നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ആക്സിലേഷൻ കൂടുതലായിട്ടാണ് കൊടുത്തു പോകുന്നതെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനത്തോട് ചേരുമ്പോൾ നമ്മളുടെ ഡ്രൈവിംഗ് കംഫോർട്ട് മാറും, ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ആക്സിലേഷൻ കുറച്ചാണ് നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ പുറകിൽ വരുന്ന വാഹനത്തിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടുതൽ ഹോൺ അടിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും മുന്നിലും പുറകിലും വരുന്ന വാഹനങ്ങളുടെ വേഗത മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേക ഒരു താളത്തോടെ വേണം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യാൻ. അതുകൊണ്ടാണ് പല ഡ്രൈവർമാരും പറയുന്നത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നത് ഒരു കലയാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു കലയാണ്. ഈ കലയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിയുമ്പോൾ വലിയ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു താളത്തോടെ തന്നെ നിങ്ങൾ ആക്സിലേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് പറയാം. നമുക്ക് ഫസ്റ്റ് ഗിയറിൽ മാത്രം എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് നമ്മൾ പതിയെ കാലയച്ച് വാഹനത്തെ മൂവ് ആക്കുന്നു. പിന്നെ അടുത്ത ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഇത് ഇത്തരത്തിൽ പതിയെ കാലയച്ചാണ് വാഹനത്തെ മൂവ് ആക്കി എടുക്കുന്നതെങ്കിൽ പിന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ, ഇതേ ഉദാഹരണം ഞാൻ ഇത് ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ഇട്ടതിന് ശേഷം ഇതേ ഇത്രയും സാവധാനത്തിൽ നിങ്ങൾക്ക് എടുക്കുക. അതായത് ഒരു 3-4 സെക്കൻഡ് കൊണ്ട് 1, 2, 3, 4 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കാല് അയക്കുക. അങ്ങനെ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ടൈം എടുത്ത് നിങ്ങൾ കാലയക്കുക. ഈ ഒരു ടൈം എടുത്ത്, അല്ലാതെ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട്
ഇങ്ങനെ എടുക്കേണ്ടതായിട്ടില്ല. ഏകദേശം ഈ ഒരു ടൈം എടുത്ത് നിങ്ങൾ കാലെടുത്താൽ മതി. അപ്പം നമുക്ക് ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ഒരുപാട് ജെർക്കിങ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത്യാവശ്യം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഒരു ഐഡിയ കിട്ടാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കൂടുതൽ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.